കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിതരായ പ്രായമായ സ്ത്രീകൾ എന്നിവരുൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക നിരവധി കുടുംബങ്ങൾക്ക് പ്രധാന വരുമാന സ്രോതസ്സാണ്. ദൈനംദിന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. പെൻഷൻ 3000 ആക്കണമെന്ന ആവശ്യം ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. കേരളത്തിലെ വിലക്കയറ്റ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, വൈദ്യുതി, കുടിവെള്ളം, യാത്രാ ചെലവ്, ചികിത്സാ ചെലവ് എന്നിവയിൽ വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ പ്രയാസകരമാക്കിയിട്ടുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പെൻഷൻ തുക പലപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും പര്യാപ്തമാകുന്നില്ലെന്ന അഭിപ്രായം വ്യാപകമായി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായാധിക്യം മൂലം ചികിത്സയെ ആശ്രയിക്കുന്നവർക്കും നിരന്തരമായി മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നവർക്കും നിലവിലെ ചെലവുകൾ വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ തുക 3000 ആക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായിരിക്കുന്നത്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിവിധ കാലഘട്ടങ്ങളിലായി പെൻഷൻ തുക ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടുള്ളതായി കാണാം. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനുമാണ് ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കപ്പെട്ടത്. കാലക്രമേണ ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുകയും സംസ്ഥാനത്തിന്റെ സാമൂഹിക ബാധ്യതകൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ജനസംഖ്യയിലെ മുതിർന്നവരുടെ അനുപാതം ഉയരുന്നതും സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ വർദ്ധിക്കുന്നതും ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക വിഭവങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. പെൻഷൻ 3000 ആക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സാമ്പത്തിക വശം വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഉള്ളതിനാൽ ചെറിയ വർധനവ് പോലും ആയിരക്കണക്കിന് കോടി രൂപയുടെ അധിക ചെലവിലേക്ക് നയിക്കും. സംസ്ഥാന ബഡ്ജറ്റിലെ ക്ഷേമ പദ്ധതികൾക്കുള്ള വകയിരുത്തലുകൾ, നികുതി വരുമാനം, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം, വായ്പാ പരിധികൾ, സാമ്പത്തിക വളർച്ച എന്നിവയെല്ലാം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പെൻഷൻ വർധനവ് ഒരു സാമൂഹിക ആവശ്യകത ആയിരിക്കുമ്പോഴും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് നിർണായക പങ്ക് വഹിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർ, കുടുംബസഹായം ലഭിക്കാത്തവർ, സ്ഥിര വരുമാനമില്ലാത്ത സ്ത്രീകൾ, ഭിന്നശേഷി മൂലം തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർ തുടങ്ങിയവർക്ക് ഈ ധനസഹായം ഒരു സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പെൻഷൻ തുക ഭക്ഷണം, മരുന്ന്, വൈദ്യുതി ബിൽ, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നു. സാമ്പത്തിക സുരക്ഷയുടെ ഒരു അടിസ്ഥാന രൂപമായി പെൻഷൻ പദ്ധതി പ്രവർത്തിക്കുന്നതിനാൽ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മാനുഷികമായ പരിഗണനയിൽ ഉൾക്കൊള്ളുന്നതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം ക്ഷേമ പദ്ധതികളുടെ ഭാവിയെ നേരിട്ട് സ്വാധീനിക്കുന്നു. വരുമാനവും ചെലവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനൊപ്പം സാമൂഹ്യ സുരക്ഷാ ബാധ്യതകളും നിറവേറ്റേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികൾ, ശമ്പള വിതരണം, പെൻഷൻ വിതരണം തുടങ്ങിയ മേഖലകളിലെ ചിലവുകൾ സംസ്ഥാന ധനകാര്യ സംവിധാനത്തിന് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സാമ്പത്തിക സാധ്യതകൾ സംബന്ധിച്ച പഠനങ്ങളും വിലയിരുത്തലുകളും അനിവാര്യമാണ്. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കൂടുതൽ പ്രസക്തമാകുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ഉപഭോക്തൃ വില സൂചികയിൽ വർധനവ് സാധാരണ കുടുംബങ്ങളുടെ ചിലവുകൾ ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. പെൻഷൻ ലഭിക്കുന്ന പലർക്കും ആരോഗ്യ പരിപാലന ചിലവുകളാണ് ഏറ്റവും വലിയ ബാധ്യത. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ സേവനങ്ങൾ ലഭ്യമാണെങ്കിലും നിരവധി സാഹചര്യങ്ങൾ സ്വകാര്യ ചികിത്സയും അധിക മരുന്ന് ചെലവുകളും ഒഴിവാക്കാനാവാത്തതാണ്. അതിനാൽ പെൻഷൻ തുകയുടെ ക്രയശേഷി മുൻകാലത്തതിനേക്കാൾ കുറഞ്ഞുവെന്ന അഭിപ്രായം വ്യാപകമാണ്. കേരളത്തിന്റെ സാമൂഹിക വികസന മാതൃകയിൽ ക്ഷേമ പദ്ധതികൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ എന്നിവയിൽ നടത്തിയ നിക്ഷേപങ്ങളാണ് സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾക്ക് അടിത്തറയായത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ മാതൃകയുടെ ഒരു പ്രധാന ഘടകമാണ്. അതിനാൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വെറും സാമ്പത്തിക വിഷയം മാത്രമല്ല, സാമൂഹിക നീതിയുടെയും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെയും ഭാഗമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതികളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് അടിസ്ഥാന സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഭർത്താവിന്റെ മരണം, കുടുംബ പിന്തുണയുടെ അഭാവം, സ്ഥിര വരുമാനമില്ലായ്മ, പ്രായാധിക്യം, സാമൂഹികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ സാഹചര്യങ്ങൾ കഴിയുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാണ് നൽകുന്നത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ ധനസഹായത്തെ ആശ്രയിച്ചാണ് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു സാധാരണ ധനസഹായ പദ്ധതി മാത്രമല്ല,
സാമൂഹ്യ സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഒരു ക്ഷേമ നയത്തിന്റെ ഭാഗമാണിത്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞതൊരു അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. പ്രത്യേകിച്ച് കുടുംബത്തിലെ പ്രധാന വരുമാന സ്രോതസ് നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ ഈ പെൻഷൻ ലഭിക്കുന്ന തുക വലിയ സഹായകമാകുന്നു. കേരളത്തിന്റെ സാമൂഹിക വികസന മാതൃകയിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്. കുടുംബങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, കുടുംബക്ഷേമം എന്നിവയിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നു. എന്നാൽ നിരവധി സ്ത്രീകൾക്ക് സ്വന്തമായി സ്ഥിര വരുമാനമില്ലാത്ത സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു സാമ്പത്തിക സുരക്ഷാ വലയമായി പ്രവർത്തിക്കുന്നു. പ്രതിമാസം ലഭിക്കുന്ന ധനസഹായം ചെറുതാണെങ്കിലും അതിന്റെ സാമൂഹിക പ്രാധാന്യം വളരെ വലുതാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ജീവിത ചെലവുകളും ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവ്, വൈദ്യുതി ചാർജുകൾ, ചികിത്സാ ചെലവുകൾ, മരുന്നുകളുടെ വില വർധനവ് എന്നിവ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. പല സ്ത്രീകളിൽ ലഭിക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം ആരോഗ്യ പരിപാലനത്തിനും മരുന്നുകൾ വാങ്ങുന്നതിനുമായി ചിലവഴിക്കുന്നതായി വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കേരളത്തിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് മുതിർന്ന സ്ത്രീകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. കുടുംബഘടനകളിൽ ഉണ്ടായ മാറ്റങ്ങൾ, നഗരവൽക്കരണം, വിദേശ തൊഴിൽ കുടിയേറ്റം, ഏകാന്ത ജീവിതം നയിക്കുന്ന സ്ത്രീകളുടെ വർധനവ് തുടങ്ങിയ ഘടകങ്ങൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷനൊരു ക്ഷേമ പദ്ധതി മാത്രമല്ല, സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിന്റെ അനിവാര്യ ഘടകമായാണ് കണക്കാക്കപ്പെടുന്നത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട്. നിലവിലെ ജീവിത ചിലവുകൾ പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ധനസഹായം മതിയാകുന്നില്ലെന്ന അഭിപ്രായം വ്യാപകമാണ്. നിരവധി ഗുണഭോക്താക്കൾ വാടക, ഭക്ഷണം, മരുന്നുകൾ, ചികിത്സ, മറ്റ് ദൈനംദിന ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിന് കൂടുതൽ സാമ്പത്തിക പിന്തുണ ആവശ്യമായി വരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സാമൂഹിക ചർച്ചയുടെ പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ ക്ഷേമരാഷ്ട്ര സമീപനത്തിന്റെ പ്രതിഫലനമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുകയും മാന്യമായ ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനും അതേ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അവളുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു. അതിനാൽ ഈ പദ്ധതി വെറും ധനസഹായം എന്നതിലുപരി സാമൂഹിക സുരക്ഷയുടെ ഒരു പ്രധാന ഉപാധിയായും കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ബജറ്റ് വകയിരുത്തലുകൾ, ക്ഷേമ പദ്ധതികളുടെ ചെലവുകൾ, വരുമാന വർധനവ്, സാമൂഹ്യ സുരക്ഷാ ബാധ്യതകൾ എന്നിവയെല്ലാം സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഫണ്ടുകൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയും ഉയരുന്നു. അതേസമയം സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വവും സംസ്ഥാനത്തിന് മുമ്പിലുണ്ട്. ഈ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഭാവിയിലെ നയനിർണയങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുക.